വൺ പീസ് ആനിമയിലെ അറബാസ്റ്റ ആർക്ക് 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അലുബർണ കാസിൽ. രാജാവിനെ കാണാനായി ക്ഷാമത്തിൽ വലഞ്ഞ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നാൽ അവരെ സുരക്ഷാഭടന്മാർ തടഞ്ഞു. ഈ സിവിൽ വാർ എത്ര നാൾ തുടരും? ഈ യുദ്ധവും വരൾച്ചയും കാരണം ഞങ്ങളെല്ലാം പട്ടിണിയിലാണ്. ജനങ്ങൾ പരാതി പറഞ്ഞ് മുന്നേറാൻ തുടങ്ങി. അവർക്ക് രാജാവിനോടൊന്ന് സംസാരിച്ചാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ ചെറിയ ഉന്തും തള്ളും അവിടെ ഉണ്ടായി. പെട്ടെന്ന് കോട്ടയുടെ വാതിൽ തുറന്ന് മഹാരാജാവ് നെഫർത്താരി കോബ്ര പുറത്തു വന്നു. എന്തെങ്കിലും പറയൂ, ഞങ്ങളെ ഉപേക്ഷിക്കാൻ പോവാണോ? രാജാവാണത്രേ. ജനങ്ങൾ പ്രതിഷേധിച്ചു. എന്നാൽ രാജാവിനെ എഴുത്താൻ എന്ത് ധൈര്യം വന്നു എന്ന് പറഞ്ഞ് ഭടന്മാർ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ നിർത്തൂ, എന്നോട് മാപ്പാക്കുക. എൻ്റെ കഴിവില്ലായ്മ നിങ്ങളെ സഹിക്കാനാവാത്ത ദുരിതത്തിലാഴ്ത്തി. എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ അകത്തേക്ക് വരൂ. നിങ്ങളുടെ സന്ദേഹങ്ങൾ പറയൂ. ഇപ്പോൾ എനിക്ക് ചെയ്യാനാവുന്നത് നിങ്ങളുടെ ദുഃഖം എൻ്റേതായി പങ്കിടുക മാത്രമാണ്. നിങ്ങളോട് ഞാൻ കുറച്ചുകൂടി സഹിക്കാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ രാജ്യത്തിലേക്ക് സമാധാനം തിരികെ കൊണ്ടുവരും. അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും. അച്ഛാ, ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്. ആരോ ഈ രാജ്യം നശിപ്പിക്കാൻ നോക്കുന്നു എന്നത് വ്യക്തമാണ്. കോബ്ര വിദൂരത്തേക്ക് നോക്കി നിന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ ഇപ്പോൾ എവിടെയാണ്? എന്തു ചെയ്യുകയാണ്? വിവി പുറത്തേക്ക് വന്ന് നാമിയോട് പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് കപ്പൽ ഇവിടെ നിന്ന് അടുപ്പിക്കാമോ? എന്തിനാ വിവി? സുപ്രധാനമായ ഒരു ടാസ്ക് കാരുവിനെ ഏൽപ്പിക്കാനുണ്ട്. അവർ കപ്പൽ അടുപ്പിച്ചു. വിവി കാരുവിനോട് പറഞ്ഞു, കാരു, നീ സ്വയം അലുബർണ കാസിൽ വരെ പോകണം. എന്നിട്ട് ഈ കത്ത് എൻ്റെ അച്ഛന് കൊടുക്കണം. ക്രോക്കഡൈലിനെ കുറിച്ചും ബറോക്ക് വർക്സിന്റെ പദ്ധതികളെക്കുറിച്ചും ഞാനും വിഗ്രഹവും കണ്ടെത്തിയതും വിശ്വസ്തരായ കുറച്ച് സുഹൃത്തുക്കളെ കൊണ്ട് ഞാൻ തിരികെ അലബാസയിൽ വന്നു എന്നതും ആ കത്തിലുണ്ട്. നിനക്കിത് ചെയ്യാൻ പറ്റുമോ? നീ തന്നെ മരുഭൂമി മറികടക്കേണ്ടതായുണ്ട്. കാരു അത് അംഗീകരിച്ചു. വിവി തുടർന്നു, ശ്രദ്ധിച്ച് കേട്ടോണം. എൻ്റെ കയ്യിലുള്ള വെള്ളം ശ്രദ്ധയോടെ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇനി ഈ രാജ്യത്തെ രക്ഷിക്കാനാകുമെന്ന് എൻ്റെ അച്ഛനോട് ചെന്ന് പറയൂ. കാരു അതിവേഗം അവിടെ നിന്ന് ഓടി. 7 വാർലോഡുകളിൽ ഒരാളെ ആ ക്രോക്കഡൈല് ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു, ഏസ് പറഞ്ഞു. എന്നാലും ഒരു പൈലറ്റ് ഒരു രാജ്യം സ്വന്തമാക്കാൻ നോക്കുന്നു. ഇതെന്തോ പന്ന കോമഡി പോലെയാ തോന്നുന്നത്. ഒരു പൈലറ്റ് ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കുന്നു. അതോ ഇനി അവൻ ഭരണം അട്ടിമറിക്കാൻ നോക്കുവാണോ? എന്താണെങ്കിലും ഇതിന് മറ്റൊരു വശം കൂടി കാണും. മറ്റൊരു വശമോ? നിഗൂഢമായ ഒരു ലക്ഷ്യം. അലബാസ എന്ന മരുഭൂമികളുടെ നാട്. ഈ മണലാരണ്യങ്ങൾക്ക് മുകളിൽ കെട്ടിടങ്ങൾ ഉയർത്തി ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും മരുഭൂമിക്ക് മരണത്തിന്റെ മണമുണ്ടായിരിക്കും. ജനനം മുതലേ ഈ നാട് മരണത്തിന്റെ നിഴലിനെ സ്വീകരിച്ചതാണ്. അപ്പോൾ മിസ് ഓൾസൺഡേ അവിടേക്ക് വന്ന് പറഞ്ഞു, നനോഹനയിൽ ഏർപ്പെടുത്തിയിരുന്ന ബില്യൺസിന്റെ കപ്പലുകളെല്ലാം ആരോ ഉന്മൂലനം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കിട്ടി. ബില്യൺസിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾക്ക് ആവശ്യമുള്ളതിലും അധികം ആളുകളുണ്ട്, ക്രോക്കഡൈൽ പറഞ്ഞു. മരുഭൂമിയിൽ വീണ ഒരിറ്റ് ജലം കൊണ്ടൊന്നും എൻ്റെ പദ്ധതിയെ തകർക്കാനാവില്ല. പക്ഷേ എന്നെ എതിർക്കാനായി തന്നെ ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ടെങ്കിൽ കൊന്നു കളഞ്ഞേക്ക്. അണ്ടർസ്റ്റുഡ്. മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാനായി ഞാൻ ലിസാർഡ് റണ്ണേഴ്സിനെ അയച്ചിട്ടുണ്ട്, ഓൾസൺഡേ പറഞ്ഞു. അവസാനം നമ്മൾ ഇവിടെ എത്തിയെന്ന് ലൂഫി. മരുഭൂമിയിലേക്ക് പോവല്ലേ? ചോപ്പറും എക്സൈറ്റഡ് ആയി. 50 ഡിഗ്രി സെൽഷ്യസിന് മണ്ടൽ കാണും ഇവിടെ ചൂടെന്ന് നാമി. 50? നാമിയുടെ ഡ്രസ്സ് കണ്ട് സാഞ്ചിക്ക് സഹിക്കാനായില്ല. എന്തു പറ്റി നാമി സാൻ? ഡാൻസർ ഔട്ട്ഫിറ്റ് എവിടെ പോയി? അയ്യോ വിവിച്ചാനും, ഇതെന്നാ ഇങ്ങനെ? മരുഭൂമിയല്ലേ സാഞ്ചി സാൻ, ചൂടിൽ സ്കിന്ന് പുറത്ത് കാണിച്ചാൽ സൂര്യാഘാതം ഏൽക്കുമെന്ന് വിവി പറഞ്ഞു കൊടുത്തു. സാഞ്ചി ആകെപ്പാട് ഡിപ്രഷനിലായിപ്പോയി. വിവി ലൂഫിക്കും ഒരു കോട്ട് കൊടുത്തു. അവർ ലാൻഡ് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും എന്തോ പൊങ്ങി വരുന്നു. അത് സീലിനെയും ആമയെയും പോലിരിക്കുന്ന ഒരു തരം ജീവിയായിരുന്നു. ഒത്തിരി എണ്ണം പുറത്തു വന്നു. ആമ? അത് സീലല്ലേ എന്ന് ലൂഫി. അയ്യോ, കുംഫു ജുഗോങ്സ്. ജുഗോങ് പറയുന്നത് ചോപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. ഈ തീരത്ത് കാല് കുത്തണമെങ്കിൽ അതിനാദ്യം എന്നെ തോൽപ്പിക്കണം, അല്ലെങ്കിൽ മറുകരയിലേക്ക് പൊക്കോ പേടിത്തൊണ്ടന്മാരെ. അങ്ങനെയാണ് പറഞ്ഞത്. പേടിത്തൊണ്ടൻ എന്ന വിളി കേട്ട് എനിക്ക് അടങ്ങിയിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് വിവിയുടെ അരുതേ വിളിയും കേൾക്കാതെ ഊസോപ്പ് ചാടി. പക്ഷെ ഒറ്റയടിക്ക് ഊസോപ്പ് ഫ്ലാറ്റ്. കുംഫു ജുഗോങ്ങുകൾ ഭയങ്കര ശക്തരാണെന്ന് വിവി. പക്ഷെ ഉടനെ ലൂഫി ചെന്നതിനെ ഇടിച്ചു തോൽപ്പിച്ചു. അയ്യോ, ജയിച്ചാലും പ്രശ്നമാണെന്ന് വിവി. തോറ്റുപോയ ജുഗോങ് എണീറ്റ് നിന്ന് ലൂഫിയുടെ മുന്നിൽ തല കുമ്പിട്ടു. ഇത് കുംഫു ജുഗോങ്ങുകളുടെ നിയമമാ. തോറ്റവൻ ജയിച്ചവന്റെ ശിഷ്യനാകണമെന്ന്. പെട്ടെന്ന് തന്നെ ശിഷ്യന്മാരുടെ എണ്ണം അങ്ങ് കൂടി. ഓക്കെ, ഞാൻ പറയുന്ന പോലെ ചെയ്യൂ. സ്റ്റാൻസ്. അങ്ങനെയല്ല, ഇങ്ങനെ. ഇനി ഇങ്ങനെ, ഇനി ഇങ്ങനെ, അടുത്തത് ഇങ്ങനെ. ഓൾ റൈറ്റ്, ഇനി യൂബയിലേക്ക്. നിക്ക്, നീ ഇവരെ കൊണ്ടുവരുവാണോ? പറ്റില്ല ലൂഫി എന്ന് നാമി. ജുഗോങ്ങൾക്ക് മരുഭൂമി കടക്കാനാവില്ല എന്ന് വിവിയും പറഞ്ഞു.
എന്താണെന്ന് അറിയില്ല, നമ്മളെന്തോ ക്രൂരത ചെയ്യുന്നത് പോലെ എനിക്കും തോന്നുന്നു. നമ്മൾ എന്തു ചെയ്യും? പെട്ടെന്ന് ചോപ്പർ പറഞ്ഞു. എനിക്കറിയാം. അവൻ കൈവശമുണ്ടായിരുന്ന ഫുഡ് എടുത്ത് കാണിച്ചു. അങ്ങനെ ആഹാരം കൈക്കൂലിയായി കൊടുത്ത് ജുഗോങ്ങളെ അവിടെ നിർത്തി സ്ലോഹാരികൾ യാത്ര പറഞ്ഞു. നിനക്ക് ഇപ്പോഴത്തെ സാഹചര്യം വല്ലതും മനസ്സിലാവുന്നുണ്ടോ ലൂഫി എന്ന് നാമി. അവരാ പറഞ്ഞ എന്റെ കൂടെ വരുവാന്ന്. പിന്നെ എന്നെ സമ്മതിച്ചാല് അത്ര ആൾക്കാരെ കൊണ്ട് നമ്മൾക്ക് ഏതെങ്കിലും ടൗണിൽ പോകാൻ പറ്റുമോ മണ്ട? ചോപ്പർ അവരെ വശീകരിച്ചില്ലായിരുന്നാലും നമ്മൾ വലിയ പ്രശ്നത്തിലായേനെ എന്ന് നാമി പറഞ്ഞു. അതെ, അവരാണെങ്കിലും ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഫുഡ് കൊടുത്തില്ലായിരുന്നേല് അവർ വന്നേനെ എന്ന് ചോപ്പറും. ഈ കാരണമുള്ള ഫുഡും കുറഞ്ഞെന്ന് സാജിയും പറഞ്ഞു. പെട്ടെന്ന് വിവി നിന്നു. അവർ ദൂരെ മണലാൽ മൂടപ്പെട്ട കുറെ കെട്ടിടങ്ങൾ കണ്ടു. ഇതെന്താ? ഇതാണോ യൂബ? അല്ല, ഇത് എറുമാലു, പച്ചപ്പിന്റെ നഗരം എന്നറിയപ്പെട്ട സ്ഥലം. ബറോക്ക് വക്സ് ഈ രാജ്യത്തോടെ എന്താ ചെയ്തതെന്ന് ഈ നഗരത്തിന്റെ ദൃശ്യം തന്നെ വിശദീകരിക്കും. സൂര്യൻ അത്യുജ്വലമായി പ്രകാശിച്ചു. അതിനു കീഴെ വെള്ളം കിട്ടാതെ ഉണങ്ങിയ മരങ്ങളും വരണ്ട മണലും. ഓ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അതെ, ഇതിപ്പോൾ ഒരു പ്രേത നഗരമാണ്. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ വരെ സമ്പന്നമായ പച്ചപ്പിന്റെ ഒരു നഗരമായിരുന്നു ഇത്. ഈ നാട്ടിൽ മഴ എപ്പോഴും കുറവായിരുന്നു. എന്നാലും ഈ നഗരം ആവുന്നത്ര മഴവെള്ളം സൂക്ഷിച്ച് ശേഖരിച്ച് നല്ല രീതിയിൽ കഴിച്ചുകൂട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായി ഒരിറ്റു മഴവെള്ളം പോലും ഈ രാജ്യത്ത് വീണിട്ടില്ല. 3 വർഷമോ? അത്രയും നാളോ? സാഞ്ചിക്കും ചോപ്പറിനും അത് അത്ഭുതം. മഴയില്ലെന്നുള്ളത് ശരി തന്നെ, പക്ഷേ നമ്മൾ കടന്നു വന്ന ആ പുഴയോ? സോറോ ചോദിച്ചു. അതെ, ആ വലിയ പുഴയിൽ നിന്നും വെള്ളമെടുത്താൽ പോരായിരുന്നു എന്ന് ഉസോപ്പും ചോദിച്ചു. അതിനുള്ള ഉത്തരം മുന്നിലുണ്ടെന്ന് പറഞ്ഞ് അവർ നടത്തം തുടർന്നു. 1000 വർഷങ്ങളുടെ അലബാസ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മഴ പൂർണ്ണമായി നിലച്ചു പോയിട്ടില്ല. പക്ഷേ ഒരു സ്ഥലമുണ്ടായിരുന്നു, പതിവിലും കൂടുതലായി മഴ കിട്ടുന്ന ഒരു നഗരം. അലുബർണ എന്ന തലസ്ഥാന നഗരം, രാജാവിൻ്റെ കൊട്ടാരമുള്ളിടം. ജനങ്ങൾ അതിനെ രാജാവിൻ്റെ അത്ഭുതം എന്നാണ് വിളിച്ചിരുന്നത്. ആ ദിവസം വരെ കുറച്ചാളുകൾ എന്തോ വലിയ ചരക്ക് കെട്ടുകളുമായി തുറമുഖത്തു നിന്നും വരികയായിരുന്നു. പെട്ടെന്ന് അത് കൊണ്ടുവന്ന ഉന്തുവണ്ടിയുടെ ചക്രങ്ങൾ തകർന്ന് ആ വസ്തു നിലത്ത് വീണ് അതിന്റെ ബാഗ് കീറിപ്പോയി. അതിൽ നിന്നും പച്ച നിറത്തിലുള്ള ഒരു തരം പൊടി പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഇത് പ്രശ്നമാകുമല്ലോ. ഇത് അലുബർണയിൽ രാജാവിന് കൊടുക്കാനുള്ളതാണ്. ഇതെന്താ ഈ പച്ചപ്പൊടിയെന്ന് ആൾക്കാർ ചോദിച്ചു. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് നിങ്ങളുടെ രാജാവിന്റെ ഓർഡർ ആണെന്ന് പറഞ്ഞവർ ഓടി. നിക്കേ, ഇത് ഡാൻസ് പൗഡറോ? നാം ചോദിച്ചു. നിനക്കത് അറിയാമോ എന്ന് ലൂഫി. ആ, മഴ വിളിച്ചു വരുത്തുന്ന പൊടിയെന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. എനിക്കിതിനെക്കുറിച്ച് കേട്ടറിവേ ഉള്ളൂ. മഴ പെയ്യാത്ത ഒരു രാജ്യത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയതാണിത്. ഇത് കത്തിച്ചുണ്ടാകുന്ന പുക അന്തരീക്ഷത്തിൽ ചെന്നാല് കൃത്രിമമായി മഴയുണ്ടാകും. അതാണ് ഡാൻസ് പൗഡർ. ഓ, എനിക്ക് മനസ്സിലായി. നീ മറ്റേ മാന്ത്രിക പൊടിയെ കുറിച്ചല്ലേ പറയുന്നേ? ഞാൻ കുറച്ച് കഴിച്ചതാണെന്നും വലിയ രസമൊന്നുമില്ലെന്ന് ലൂഫി പറഞ്ഞു. അത് ഫുഡൊന്നും അല്ലടേ എന്ന് പറഞ്ഞ് നാമിയും സോറയും അവനെ പുച്ഛിച്ചു. ഞാൻ കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ലൂഫി സീന്. അപ്പോൾ ഉസോപ്പ് ചോദിച്ചു, അങ്ങനെ ഒരു സാധനമല്ല ഈ രാജ്യത്തിന് വേണ്ടത് തന്നെ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ പൊടി കാരണം മഴ പെയ്യുന്നത് കണ്ട് ആളുകൾ സന്തോഷത്താൽ ഡാൻസ് കളിക്കും. പക്ഷേ അതിന് വലിയൊരു പോരായ്മയുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളിൽ വരൾച്ചയുണ്ടാവും. ഡാൻസ് പൗഡർ അതിവേഗം മേഘങ്ങളെ മെച്ചോറാക്കും. സാധാരണ നാച്ചുറലി മെച്ചോറായി ചെന്ന് മഴ പെയ്യിക്കേണ്ട മേഘങ്ങളാണിത്, നാമി പറഞ്ഞു. ഓ, എനിക്ക് മനസ്സിലായി. മറ്റ് സ്ഥലങ്ങളിൽ പെയ്യേണ്ട മഴയെ മോഷ്ടിക്കുന്നത് പോലെയാണല്ലേ എന്ന് ഉസോപ്പ്. നാമി തുടർന്നു. ഇതൊക്കെ കൊണ്ട് ഡാൻസ് പൗഡർ ആദ്യം കണ്ടുപിടിച്ച രാജ്യവും അയൽ രാജ്യങ്ങളും തമ്മിലെ യുദ്ധമുണ്ടായി. ഒത്തിരി ജീവൻ അതിൽ പൊലിഞ്ഞു. അത് കാരണമാണ് വേൾഡ് ഗവൺമെന്റ് ലോകത്താകമാനം ഡാൻസ് പൗഡറിന്റെ നിർമ്മാണവും കൈവശം വെക്കുന്നതും ബാൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയം സന്തോഷവും ദുഃഖവും കൊണ്ടുവരുന്ന പൊടിയല്ലേ. അന്ന് പോർട്ട് ടൗണിൽ ആ പൊടി കൊണ്ടുവന്നപ്പോൾ രാജാവ് താമസിക്കുന്ന അലുബർണയിലൊഴികെ മറ്റൊരിടത്തും മഴ പെയ്യാത്ത ഒരു അപൂർവ പ്രതിഭാസത്തിലൂടെയായിരുന്നു അറബാസ എന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത്. രാജാവ് ഡാൻസ് പൗഡർ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് മഴ കിട്ടാത്തത്. അലുബർണയിലെ മഴ അത്ഭുതമൊന്നുമല്ല, രാജാവ് കാരണമാണ് നമ്മൾ ഇത്രയും ദുരിതം അനുഭവിക്കുന്നത്. നിക്കി വിവി, അപ്പൊ നിന്റെ അച്ഛനാണോ വില്ലൻ? മണ്ടാ പുള്ളിയെ പെടുത്തിയതാണെന്ന് പറഞ്ഞ് സാഞ്ചി ലൂഫിക്കിട്ട് ഒരു കോട്ട് വെച്ചു കൊടുത്തു. വിവീച്ചാന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല 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 ഇല്ല. തീർച്ചയായും എൻ്റെ അച്ഛന് ഇതുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാല് ആ സമയത്ത് തന്നെ ഡാൻസ് പൗഡറിന്റെ വലിയൊരു ശേഖരവും കൊട്ടാരത്തിൽ നിന്നും കണ്ടെത്തി. ഓ, അപ്പോൾ കൊട്ടാരത്തിന്റെ അകത്തും അവർക്ക് ആളുണ്ടായിരുന്നു അല്ലേ എന്ന് സോറോ. ഈ റോഡ് എന്താണ് വിവിച്ചാൻ? സാഞ്ചി ചോദിച്ചു. ഇത് സാൻഡോറ നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവന്നിരുന്ന ഒരു കനാലായിരുന്നു. ഇതും ആരോ നശിപ്പിച്ചു കളഞ്ഞു. മഴ കിട്ടാത്തത് കാരണം പുഴയിൽ നിന്നും കടലിലേക്ക് വരുന്ന ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു. അപ്പോൾ കടൽ വെള്ളം കനാലിന്റെ അവിടേക്ക് വരെ പുഴ വഴി എത്തി. ഇതൊക്കെ കാരണം എറുമാലുവിലെ ജലത്തിന് ലഭ്യത കുറഞ്ഞു. ഒരു പ്രാർത്ഥന പോലെ ജനങ്ങൾ കാത്തിരുന്നു. എന്നാലും മഴ വന്നില്ല. ആ ഡാൻസ് പൗഡർ പ്രശ്നത്തിന് ശേഷം രാജാവിലുള്ള ജനങ്ങളുടെ വിശ്വാസം ദിനം പ്രതി കുറഞ്ഞു വന്നു. അതെല്ലാം ക്രോക്കഡൈൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ അല്ലേ?
പിന്നെ യുദ്ധം ആരംഭിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ ഈ നഗരം ഉപേക്ഷിച്ച് ജലത്തിനായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ പച്ചപ്പിന്റെ നഗരം ഇല്ലാതായി. അപ്പോൾ ഒരു പൊടിക്കാറ്റടിക്കാൻ തുടങ്ങി. വിജനമായ കെട്ടിടങ്ങളിൽ തട്ടി അത് ശബ്ദിക്കാൻ തുടങ്ങി. എറുമാലു എന്ന നഗരം കരയുന്നത് പോലെയായിരുന്നു അത്. പെട്ടെന്ന് ഒരു പ്രത്യേകതരം ചുഴലിക്കാറ്റും അവരെ പാസ് ചെയ്തു പോയി. അപ്പോൾ ലൂഫി ദൂരെ എന്തോ കിടക്കുന്നത് കണ്ടു. അടുത്ത് എന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. എൻ്റെ അച്ഛൻ, ഈ രാജ്യത്തിലെ ജനങ്ങൾ എന്തു കുറ്റമാണ് ചെയ്തത്? ഈ ജനങ്ങൾ ജീവിക്കാനായി ഒത്തിരി കഷ്ടപ്പെടുന്നതാണ്. ഒരു മരുഭൂമിയിൽ ജനിച്ചത് കാരണം പ്രകൃതിയുമായി പോരിടേണ്ടി വരുന്നതാണ് ഇവർക്ക്. എന്നിട്ടും അയാൾ ഈ ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. എന്ത് അവകാശമാണ് അയാൾക്കുള്ളത്? ഇതെല്ലാം 7 വാർലോഡുകളിൽ ഒരാളായി ജനങ്ങളുടെ ഹീറോ ആയി വേഷം കെട്ടുമ്പോഴും ഈ രാജ്യത്തെ ഒട്ടാകെ അയാൾ വിഡ്ഢികളാക്കുവാണെന്ന് ആരും തിരിച്ചറിയുന്നില്ല. അയാളെ എനിക്ക് വെറുതെ വിടാനാവില്ല. വിവി പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് കുറെ ബിൽഡിങ്ങുകൾ തകർത്ത് ലൂഫിയും സാഞ്ചിയും ഉസോപ്പും അരിശം തീർത്തു. ഏസും വിവിയും അസ്ഥികൂടം മറവ് ചെയ്തു. വിവി, പോകാം. എനിക്കിപ്പോൾ തന്നെ അത് ചെയ്യണം. ആ, വിപ്ലവം നിർത്താനായി അവരുടെ നേതാവിനോട് എനിക്ക് ആവശ്യപ്പെടേണ്ടതുണ്ട്. ആവശ്യപ്പെടാനും? അലബാസയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ക്രോക്കഡൈലാണ്. ഞാൻ യൂബയിൽ ചെന്ന് അയാളോട് സത്യം പറയും. എന്നിട്ട് ഈ അനാവശ്യമായ രക്തച്ചൊരിച്ചിലിനൊരു അന്ത്യം കാണും. അവർ യൂബയിലേക്ക് യാത്ര തുടർന്നു. ഭയങ്കരമായ കാർച്ചയും കൂവിച്ചൊക്കെ കേൾക്കാം. അത് നടന്നു അടുത്ത ലൂഫിയായിരുന്നു. അയ്യോ, പുകയുന്നേ. വിയർപ്പ് പോലും വെളിയിൽ വരുന്നില്ല. ചുമ്മാ കിടന്ന് മോങ്ങാതെ ലൂഫി, നീ മടുക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ. എന്നാലും ആര് കേൾക്കാൻ? ചോപ്പർ തളർന്ന് കിടപ്പിലായിരുന്നു. അവനെ ഒരു പലകയിൽ വെച്ച് സോറ ഒരിക്കുന്നു. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ ചൂട് കാലാവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റില്ല. പക്ഷെ തണുപ്പ് കുഴപ്പമില്ല കേട്ടോ. അത് നിന്റെ രോമം കാരണമാ. ആ ആനിമൽ സൂട്ട് എടുത്തു കളഞ്ഞാൽ മതി എന്ന് ഉസോപ്പ്. ചോപ്പറിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുവാടാ പറഞ്ഞേ എന്ന് പറഞ്ഞ ചോപ്പർ വലുതായി. റെയിൻഡിയറുകളെ കളിയാക്കുന്നു. അയ്യോ, ഭീകരജീവി. ചോപ്പർ വലുതാകാതെ, അല്ലെ ഞാൻ വലിക്കില്ല എന്ന് സോറ പറഞ്ഞിട്ട് അവനെ പിടിച്ച് ചെറുതാക്കി. വിവീച്ചാന് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സാഞ്ചി. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇവിടെ അല്ലേ, അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമല്ലെന്ന് വിവി പറഞ്ഞു. എന്നാലും ഇതൊക്കെ എന്നെ കൊന്ന. മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ പരന്നതാണെന്ന് ഞാൻ വിചാരിച്ചതെന്ന് ഉസോപ്പ്. ഇത് ഒത്തിരി പഴക്കം ചെന്ന മരുഭൂമിയാണ്. അതുകൊണ്ട് മണൽക്കൂനകൾക്ക് 300 മീറ്ററിലധികം ഉയരം കാണുമെന്ന് വിവിയുടെ മറുപടി. 300 മീറ്ററോ? വെറുതെ അല്ല, മല കയറുന്നത് പോലെ തന്നെയുണ്ട്. അപ്പോൾ ലൂഫിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന്. ഒരൊറ്റ സിപ്പ് ലൂഫി, ഒരു വാ മാത്രമേ കുടിക്കാവുള്ളൂ. മോട്ടാൻ തല്ല്, പോരിഞ്ഞ തല്ല്. അടി കൂടാതെ നിങ്ങൾ ഊർജമെല്ലാം കളയുവാണ്. ഇവളാ തുടങ്ങിയേ. നീ കാരണമല്ലേ? ആ, നീ കാരണം തന്നെ. രാത്രിയായി. അയ്യോ, വിശക്കുന്നേ. എന്റെ പൊന്നെ ലൂഫി, ഞാനിതൊന്നും ഉണ്ടാക്കട്ടെ. സാഞ്ചി കുക്കിങ്ങിലായിരുന്നു. പകലെന്നാ ചൂടായിരുന്നു. ഇപ്പോൾ ഭയങ്കര തണുപ്പും. ഞാമി ഇരുന്നു വിറച്ചു. ചൂട് തടയാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പകൽ മരുഭൂമി ചുട്ടു പഴുക്കുകയും രാത്രി -ന് താഴെ പോവുകയും ചെയ്യുമെന്ന് വിവി പറഞ്ഞു കൊടുത്തു. ആ, ഈ നക്ഷത്രങ്ങളൊക്കെ കണ്ടോ? നിന്റെ വിന്റർ ഐലൻഡിൽ നക്ഷത്രത്തെ കണ്ടിട്ടില്ലേ എന്ന് ഉസോപ്പ് ചോദിച്ചു. വിന്റർ ഐലൻഡിന്റെ ആകാശം മുഴുവൻ കട്ടിയുള്ള മഞ്ഞുമേഘം കൊണ്ട് മൂടപ്പെട്ടതാണ്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയധികം നക്ഷത്രങ്ങൾ ഒരുമിച്ച് കാണുന്നത്. അതൊന്നും കാണാനുള്ള അവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഈ തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഉടനെ ഉസോപ്പ് ചോപ്പറിനെ കെട്ടിപ്പിടിച്ചിരുന്നു. കാരണം നിനക്ക് ഇത്ര നല്ല സ്യൂട്ടുള്ളത് കൊണ്ടാ. എടാ മാറിപ്പോടാ. പറ്റില്ല, നിനക്ക് നല്ല ചൂടുണ്ട്. റെയിൻഡിയറുകളെ കളിയാക്കാതെ എന്ന് പറഞ്ഞ് ചോപ്പർ പിന്നെയും വലുതായി. ചോപ്പർ വലുതാകാതെ, നിന്റെ ചൂട് ഞങ്ങൾക്ക് വേണമെന്ന് സോറോയും. പെട്ടെന്ന് ലൂഫിയും ചാടി കയറി വന്നു. ഹായ്, നല്ല ചൂട്. ഇതൊക്കെ കണ്ടിരുന്ന ഏസിനോട് വിവി വന്ന് സംസാരിച്ചു. ഇതൊക്കെ അത്ഭുതമായിരിക്കുമല്ലേ? ഞാൻ ലൂഫിസാനെ ഉദ്ദേശിച്ചത്. എനിക്കും ആദ്യം ഇതൊരു അത്ഭുതമായിരുന്നു. ഒരു ക്യാപ്റ്റനെ പോലെ പെരുമാറാത്ത കൊണ്ടാണോ, അതോ മറ്റ് പൈലറ്റ് ക്യാപ്റ്റന്മാരെ ക്രൂമേറ്റ്സ് അത്ര പേടിക്കുന്നത് കൊണ്ടാണോ? ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കുറച്ച് വെള്ളം കാരണം അത്രയും വലിയ അടിയല്ലേ ഉണ്ടായത്. എന്നാലും ഇവരുടെ കൂടെ എത്ര നേരം ഞാൻ ചെലവഴിക്കുന്നുവോ എനിക്ക് അത്രയും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ലൂഫി കാര്യങ്ങൾ ചെയ്യുന്നത്. അവന്റെ ചെറുപ്പത്തിൽ നിന്നും അവനൊരല്പം പോലും മാറിയിട്ടില്ല. അവനെ കാണുന്നത് പോലെയല്ല. എന്തുകൊണ്ടോ അവന്റെ ചുറ്റും ആളുകൾ ഒത്തുചേരും. എൻ്റെ അനിയനാണെങ്കിലും അവനെന്തോ നിഗൂഢമായ വശ്യതയുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒത്തിരി ചരിത്രവുമുണ്ട്. എന്നാലും നന്ദി. ഞാൻ അവനെ ഓർത്ത് ആകുലപ്പെടുവെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? അതെ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നേരം പുലർന്നു. ഓ, ചെമ്മീൻ. അപ്പോ ഇതായിരുന്നല്ലേ ചെമ്മീൻ. അടിപൊളി. മരുഭൂമിയിലാണോടാ ചെമ്മീൻ? നീ ഇത് നോക്ക്. ശരിയാണല്ലോ, ചിലപ്പോൾ മരുഭൂമി ചെമ്മീൻ ആയിരിക്കും. എണീറ്റ് വന്ന വിവി അപ്പോഴാണ് ഇത് കാണുന്നത്. നിക്ക് ലൂഫിസാൻ, അതിനെ വലിച്ചെറിയേ. ഇല്ല, അത് തേളാണ്. കാണാൻ ചെറുതാണെങ്കിലും അതിന് വിഷമുണ്ട്. അത് കുത്തിയാലും മരിച്ചു പോകും. ഓ, ഇതിനെ തിന്നാൻ കൊള്ളില്ലേ?
ശേ, അവനത് എടുത്തു കളഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നു. പിന്നെ വേണ്ടേ? അപ്പോൾ ചോപ്പർ എന്തോ ശബ്ദം കേട്ടു. എന്തു പറ്റി ചോപ്പർ? എന്തോ വരുന്നുണ്ട്. അതൊരു വലിയ മണൽക്കാറ്റായിരുന്നു, ഒരു വലിയ ചുഴലി. വിവി അത് കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരും കല്ലിന് പിറകിൽ ഒളിക്ക്, ഒരു വലിയ മണൽക്കാറ്റ് വരുന്നുണ്ട്, അവൾ ഉറക്കെ പറഞ്ഞു. ഉടനെ അവരെല്ലാം ഒളിച്ചു. പിന്നെ ഈ മരുഭൂമിയിൽ കൊടുങ്കാറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ മറന്നുപോയതാ, പക്ഷെ മണൽക്കാറ്റുകൾ മരുഭൂമിയിലെ വലിയ ഒരു അപകടമാണ്. ഇമാതിരി കാര്യമൊക്കെ നേരത്തെ പറഞ്ഞൂടെ? പയ്യെ ആ കാറ്റ് കടന്നുപോയി. അന്തരീക്ഷം തെളിഞ്ഞു. എന്തു കുന്തമായിരുന്നു അത്! അവരെല്ലാം മണലിൽ നിന്ന് എണീറ്റു. എന്നിട്ട് യാത്ര തുടർന്നു. ഓയ് സാഞ്ചി, ലഞ്ച് കഴിക്കാം. പൈലറ്റ് ലഞ്ച് ആയിട്ടില്ല, വിവീച്ചാൻ പറഞ്ഞാലേ ഉള്ളൂ എന്ന് സാഞ്ചി. എന്താ വിവി, വാ കഴിക്കാം, എൻ്റെ ഊർജമെല്ലാം പോയി. പക്ഷേ നമ്മൾ യൂബയിലേക്കുള്ള ദൂരത്തിൻ്റെ 10-1 ആയിട്ടുള്ളൂ എന്ന് വിവി പറഞ്ഞു. നീ ഒരു മണ്ടിയാണല്ലോ, ഈ ചൊല്ലി കേട്ടിട്ടില്ലേ നീ? വിശക്കുന്നുണ്ടോ? കഴിക്കണം. എടാ കള്ള, നീ ഉണ്ടാക്കിയതല്ലേ അതൊന്ന് ഉത്സവപ്പ്. ശരി, അടുത്ത പാറക്കൂട്ടം കാണുമ്പോൾ നമുക്ക് കഴിക്കാം എന്ന് വിവി. ഓക്കെ ഗായ്സ്, അടുത്ത പാറക്കൂട്ടത്തിലേക്ക്. റോക്ക് പേപ്പർ സിസർ, ആര് ജയിക്കുന്നുവോ എല്ലാവരുടെയും സാധനം അയാൾ ചുമക്കണം. തോറ്റയാളല്ലേ ചുമക്കണ്ടേ? ഓക്കെ, റോക്ക് പേപ്പർ സിസർ. ലൂഫി ജയിച്ചു. മണ്ടൻ. അങ്ങനെ ലൂഫിയുള്ള സാധനങ്ങൾ ചുമന്നു. ഭയങ്കര വെയിറ്റ് ആണേ, വെയിറ്റും ചൂടും. ഞാനല്ലേ ജയിച്ചത്, എന്നിട്ടും. നീ ജയിച്ചത് കൊണ്ട് തന്നെ മിണ്ടാതെ വരിക്കടേ. അപ്പോൾ ഉസോപ്പ് കുറേ പാറകൾ കണ്ടു. ശരിക്കും ഫുഡ് കഴിക്കാൻ സമയമായെന്ന് പറഞ്ഞ് ലൂഫി അങ്ങോട്ടേക്ക് സാധനങ്ങളും കൊണ്ട് പറന്നു. അവനവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ കരച്ചിൽ കേൾക്കുന്നു. നോക്കിയപ്പോൾ കുറേ പക്ഷികൾ വയ്യാതെ തളർന്ന് ചാകാറായ മട്ടിൽ നിലത്ത് കിടക്കുന്നു. ഓയ്, എന്തെങ്കിലും പറ, ഞാൻ ഡോക്ടറിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞവൻ ലഗേജ് അവിടെ വെച്ച് തിരികെ ഓടി. അവൻ ദേ വരുന്നു. അനങ്ങാൻ പറ്റാത്ത കുറെ പക്ഷികൾ അവിടെ കിടക്കുന്നു. ചോപ്പർ, ഓടിവാ, ലൂഫി ഓടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടതും ചോപ്പർ ചാടി എണീറ്റ് പോകാൻ തുടങ്ങി. വിവി എന്തോ ഓർത്തു. പെട്ടെന്ന് അവൾക്കത് മനസ്സിലായി. പക്ഷികളോ? നിക്ക് ലൂഫിസാൻ, ആ പക്ഷികള്! അവർ ചെന്നപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാധനങ്ങളെല്ലാം പോയല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാ, ഇവിടെ ശരിക്കും വയ്യാത്ത പക്ഷികൾ ഉണ്ടായിരുന്നു എന്ന് ലൂഫി. എന്നോട് ക്ഷമിക്കണം, ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നു. അത് വരുസാഗി പക്ഷികളാണ്. മരുഭൂമിയിലെ കൊള്ളക്കാരെന്നറിയപ്പെടുന്ന അവറ്റകൾ യാത്രക്കാരെ പറ്റിച്ച് അവരുടെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതിൽ കുപ്രസിദ്ധരാണ്. ചത്തപോലെ കിടന്നു പറ്റിക്കുന്ന കിളികൾ. എന്തു കുന്തമായത്! ആ, അവ അങ്ങനെയാ. അവരെന്നെ പറ്റിച്ചു. സാഞ്ചി കലിപ്പ്. എടാ തെണ്ടി ലൂഫി, നിനക്കിതേ മൊഴിയാനുള്ളൂ. അതിന് 3 ദിവസത്തെ ഫുഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് നീ കണ്ട പക്ഷികൾക്ക് കൊടുത്തേച്ചും വന്നേക്കുന്നു. ഇനി നമ്മൾ എങ്ങനെ വെള്ളവും ഫുഡും ഇല്ലാതെ ഈ മരുഭൂമി കിടക്കും? എന്റെ തെറ്റല്ലല്ലോ, അവരെന്നെ പറ്റിച്ചതല്ലേ എന്ന് ലൂഫി. നിന്റെ തലച്ചോറ പക്ഷിയുടെ അത്രയും പോലും ഇല്ലേ? എന്നാടാ പറഞ്ഞേ? രണ്ടും ഒന്ന് അടങ്ങിയിരിക്കടേ എന്ന് സോറോ. എന്നാൽ ഏസ് സോറോയെ തടഞ്ഞു. കാര്യമില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന്മാര് ദേഷ്യം കാണിക്കുന്നത് നല്ലതെന്ന് ഏസ്. ആ, എന്നാ കുറച്ചു നേരം വിശ്രമിക്കാം. ഈ ചൂട് കാരണം ഇവന്മാർ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാലും ആഹാരത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വരത്തില്ലെന്ന് വിചാരിക്കുന്നു. തൽക്കാലം സമാധാനിക്കാന്ന് സോറോ പറഞ്ഞു. ഓ, ഒന്നുമില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ ദാഹിക്കുന്നു. പെട്ടെന്ന് ലൂഫി അത് കണ്ടു. ആ പക്ഷികൾ അടിച്ചു മാറ്റിയ വെള്ളവും കുടിച്ചുകൊണ്ട് അവരെ കളിയാക്കി അവിടെ നിൽക്കുന്നു. അതുങ്ങൾ പോയി. പെട്ടെന്ന് ഞങ്ങളുടെ സാധനം തിരിച്ചതാ എന്ന് അലറിക്കൊണ്ട് ലൂഫി പിറകെ കുതിച്ചു. ലൂഫിസാൻ, അവരുടെ പിറകെ പോവല്ലേ എന്ന് വിവിയും. എടാ, നിനക്ക് തിരിച്ചു വരാൻ അറിയാമോ എന്ന് നാമിയും. തിരിച്ചു വാ ലൂഫി എന്ന് ഉസോപ്പും പറഞ്ഞെങ്കിലും ആര് കേൾക്കാൻ. ലൂഫി ഓടിച്ചെന്നവരെ പിടിക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. പെട്ടെന്ന് പറന്നുപോയൊരു പക്ഷിയെ മണലിൽ നിന്നും എന്തോ ചാടി വന്ന് പിടിച്ചു. അവരുടെ പിറകെ ഓടി വന്ന ലൂഫിയെയും എന്തോ ആക്രമിച്ച് അവനെ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷെ ലൂഫി അതിനെ ഇടിച്ചു പൊട്ടിച്ച് വെളിയിൽ വന്നു. ഇതെന്തുവാ? ഓ, നിഗൂഢമായ മരുഭൂമി ചെടി. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കിയ ലൂഫി കാണുന്നത് ആ ചെടിയുടെ വായിൽ കുടുങ്ങിപ്പോയ ഒരു ഒട്ടകത്തിനെയാണ്. ലൂഫി അതിനെ രക്ഷിച്ചു. അയ്യോ അയ്യോ, പക്ഷികളെല്ലാം പറന്നുപോയല്ലോ. മരുഭൂമി ഒരു വിചിത്രമായ സ്ഥലം തന്നെ. ഓയ് ഒട്ടകം, നിനക്കെന്നെ ഈ മരുഭൂമിക്ക് നടുക്ക് ഒറ്റയ്ക്ക് പരിപാടി? പെട്ടെന്ന് മണലിൽ കൂടി എന്തോ വരുന്നു. ഒട്ടകം ആകെ പേടിച്ചു പോയി. എന്താ വല്ലതും കണ്ടോ? ഉടനെ മണലിൽ നിന്നും എന്തോ പുറത്തു വരാൻ തുടങ്ങി. അത് ഭീമാകാരമായിരുന്നു. ലൂഫി വരാൻ ഇത്ര സമയമെടുക്കുന്നത് അവന് വഴിതെറ്റിയെന്ന് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ഉസോപ്പ്. അവനാണെ ദിശാബോധം എന്ന സാധനമില്ല, എന്നാലും ആദ്യം ഓടിക്കളയും. അവൻ അറിയാത്ത എന്തോരോ അപകടങ്ങളുണ്ട് ഈ മരുഭൂമിയിൽ. അവന് വിശക്കുന്നില്ല എന്ന് സാഞ്ചി. ഇവനെ കൊണ്ട് രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് സോറയും സാഞ്ചിയും തിരയാൻ പോകാനായി എണീറ്റ് വന്നു. പെട്ടെന്ന് അവിടമെല്ലാം കുലുങ്ങാൻ തുടങ്ങി. എന്തോ അവർക്ക് നേരെ വരുന്നു. ആ ദിശയിൽ നിന്ന് ലൂഫിയുടെ ഒച്ചയും കേൾക്കാം. ഉസോപ്പ് സൂം ചെയ്ത് നോക്കിയപ്പോൾ പരക്കം പാഞ്ഞു വരുന്ന ഒട്ടകത്തെയും അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ലൂഫിയെയുമാണ് കണ്ടത്. അയ്യോ, അത് അവനെന്താ ഒട്ടകത്തിന് പുറത്ത്?
എന്താ അവനെ ചേസ് ചെയ്യുന്നത്? പെട്ടെന്ന് എന്തോ വലിയൊരു ജീവി മണ്ണിൽ നിന്നും പുറത്തു വന്നു. ഇതെന്തുവാ? സാൻഡോറ ഡ്രാഗൺ. എന്നാന്ന്? മരുഭൂമിയിൽ താമസിക്കുന്ന ഏറ്റവും വലിയ ഇഴജന്തു. മണ്ണിനടിയിൽ ഒളിച്ചിരുന്ന് അത് ഇര തേടുന്നേ. അവയ്ക്ക് മൂർച്ചയേറിയ നഖവും പല്ലും ഉണ്ട്. എന്നാലും അത് ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. കാരണം അത്രയും വലുതായതുകൊണ്ട് ഇരയെ മൊത്തത്തിൽ വിഴുങ്ങിക്കളയും. വിവി പരിഭ്രമിച്ചു. സോറോയും സാഞ്ചിയും ഇത് കണ്ട് മുന്നിലേക്ക് ഓടി. എടാ ഒട്ടകമേ, നിക്കടാ. ലൂഫി, നിനക്ക് ഹെൽപ്പ് വേണോ? ആ, ഞാൻ കുറെ മീറ്റ് കൊണ്ടുവന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. അത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇവന്മാര് ഫൈറ്റ് ചെയ്യുമ്പോൾ ഭീകരജീവികളോട് വരെ സഹതാപം തോന്നും. അപ്പോൾ അവരുടെ പിറകിൽ നിന്നും മറ്റൊരെണ്ണം കൂടി പൊങ്ങി വന്നു. ഇനിയുണ്ടോ? ഞാൻ പറയാൻ മറന്നുപോയതാ, സാൻഡോറ ഡ്രാഗണുകൾ ജോഡിയായിട്ട് ഏതേടുന്നത്. ഇതൊക്കെ പറയണം. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഏസ്. എന്ത് ശല്യമാണ്. ആ ശരി, നിനക്കതാണ് വേണ്ടതെങ്കിൽ. ഏസ് ഉടനെ ഉയർന്നു ചാടി ആ ജീവി അവനെ വിഴുങ്ങി. ഞാമയ്ക്ക് ഉസോപ്പിനും ചോപ്പറിനും വിവിക്കും വിശ്വസിക്കാനായില്ല. ആ ജീവി ഫ്രൈ ആയി വീണു. ആഹാ, ഇത് കണ്ടോ? ഇതൊരു നാച്ചുറൽ വറചട്ടി പോലെ തന്നെ ഉണ്ടെന്ന് സാഞ്ചി. അവൻ കല്ലിന്റെ മുകളിൽ വെച്ച് ഇറച്ചി പാചകം ചെയ്യുമായിരുന്നു. ഈ ഒട്ടകവേദ എന്ന് സോറ ചോദിച്ചു. എനിക്കറിയാൻ മേല. ഞാൻ കണ്ടപ്പോൾ ഇതിനെ ഒരു നിഗൂഢ മരുഭൂമിച്ചെടി തിന്നുമായിരുന്നു. കണ്ടിട്ടൊരു മെരുങ്ങിയ ഒട്ടകത്തെ പോലെ ഉണ്ടെന്ന് നാമി. ആ, ഇതിനൊരു സാഡിലുമുണ്ടല്ലോ എന്ന് വിവിയും. ചോപ്പർ എന്ന ഒട്ടകത്തെ നോക്കി. ഒട്ടകത്തിന് അവനെ മനസ്സിലായി. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു അത് ചോപ്പറിനെ രക്ഷിച്ച ഒട്ടകമായിരുന്നു. നിനക്കറിയാമോ ഇവനെ? ലൂഫി ചോദിച്ചു. ആ, എന്നെ കട്ടോറിയയിൽ നിന്ന് രക്ഷിച്ചത് പുള്ളിയാ. അതെന്നായാലും നന്നായി. ഇവന്റെ പുറത്ത് കയറി യാത്രയും ചെയ്യാം. ഇവന് രണ്ടുപേരെ ചുമക്കാമെന്നും തോന്നുന്നു. മരുഭൂമിയിൽ ഒട്ടകം നല്ലതാ. എന്നാൽ ഉണ്ണിയേട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ലൂഫി അതിന്റെ മുകളിൽ കയറാൻ നോക്കി. പക്ഷെ ഒട്ടകം അവനെ തലയിൽ കടിച്ചു. അതെന്നാ പണിയാ? ചോപ്പർ ഒട്ടകം പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന തീയിൽ കുരുത്ത ദയാലുവായൊരു ഒട്ടകമാണ്. എന്നെ അവിടുന്ന് രക്ഷിച്ചതിന് നന്ദി. എനിക്ക് നിങ്ങൾക്ക് ലിഫ്റ്റ് തരാൻ പറ്റും. എന്നാൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞാൻ മാൻലിയാണ്. അയ്യോ പാപം, എൻ്റെ കൂട്ടുകാരെല്ലാം വിവരമില്ലാത്തവന്മാരാ. നീ ഒരു നല്ല കുട്ടിയല്ലേ. നിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? മണ്ടൻ, ഊള, ഓന്താൻ, അടിമ. അതാണ് ഏറ്റവും മോശം പേര്. വാ കേറ് വിവി. ഞാരമ്പനൊട്ടകം, ഞാരമ്പനൊട്ടകം, ഞാരമ്പനൊട്ടകം. ഇനി നമുക്ക് ഇച്ചിരി സമയം ലാഭിക്കാം. റിബൽ ആർമി നേതാവിനോട് സംസാരിക്കാൻ എത്രയും പെട്ടെന്ന് യൂബയിൽ ചെല്ലേണ്ടതുണ്ട്. അത് പറഞ്ഞ് നാമിയും വിവിയും ഒട്ടകത്തിന്റെ പുറത്ത് കയറി മുന്നിൽ പോയി. നിക്കവിടെ, പെട്ടെന്ന് വായോ. കൂട്ടം തെറ്റിയാൽ ഈ മരുഭൂമിയിൽ നിന്നും നീ ഒന്നും ജീവനോടെ വരില്ല എന്ന് നാമി വിളിച്ചു പറഞ്ഞു. അവന്മാരെല്ലാം അവർക്ക് പിറകെ ഓടി. തെണ്ടിത്തരം കാണിക്കാതെ തെണ്ടി. നാമിസാന്റെ ഈ മുഖം എനിക്ക് ഇഷ്ടമാ. അവരുടെ പിറകെ ഓടിക്കൂ. കേറ് ചോപ്പർ. നിക്കടേ.